വിനായക് ദാമോദർ സവർക്കർ പലതവണ മാപ്പപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് വിനായക് ദാമോദർ സവർക്കർ ഒരു ഷൂ നക്കിയാണ്. ഈ ഒരു ചരിത്രം മാത്രമേ സവർക്കർക്കുള്ളൂ. ഈ ഒരു ചരിത്രം മാത്രം തൽക്കാലം നിങ്ങൾ അറിഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളൊന്നും അറിയണ്ട. ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ഈ ഒരു ചരിത്രം മാത്രമേ സവർക്കറിനുള്ളൂ എന്ന് നമ്മളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് ആരാണ്? അങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ഇങ്ങനെ പഠിപ്പിക്കുന്നവരുടെ യഥാർത്ഥ അജണ്ട? യഥാർത്ഥ അജണ്ട എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രത്യയശാസ്ത്രപരമായ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിൽക്കാൻ തയ്യാറായ ആളല്ല സവർക്കർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറായാണ് സവർക്കർ എല്ലാ കാലത്തും നിന്നിരുന്നത്. നേരിട്ടുള്ള പോരാട്ടത്തിന്, ഒളിച്ചുമ്പാത്തുമല്ല. പക്ഷേ മറിച്ച് ഗാന്ധിയൻ രീതിയിലുള്ള സമരത്തിനാണ് ഇവിടെ ഇന്ത്യയിൽ ആ കാലത്ത് പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഇദ്ദേഹം കുറെ കൂടെ വയലൻ്റായിട്ടല്ലേ, കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള സ്വാതന്ത്ര്യ സമരമാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ആലോചിച്ചത്. അങ്ങനെ വന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് നേരിട്ടുള്ള കോൺഫ്രണ്ടേഷൻ എത്തി. ഒന്നാലോചിക്കണം, ഇന്ത്യയിൽ ഒത്തിരി നേതാക്കന്മാരുണ്ട്. ജവഹർലാൽ നെഹ്റു തൊട്ട് താഴോട്ട് നൂറുകണക്കിന് ലാജ്പത് റായ് തുടങ്ങിയ ബാലഗംഗാധര കോൺഗ്രസ് നേതാക്കന്മാർ ഒത്തിരി പേരുടെ കാര്യം പറയാം. പക്ഷേ തേടിപ്പിടിച്ച് ഇത്രയും വർഷക്കാലം ഏകാന്ത സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഉൾപ്പെടെ ആൻഡമാനിലെ ഇരുട്ടറയിൽ അടയ്ക്കാൻ തയ്യാറായത് സവർക്കറെ. അതെന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്ക്. അപ്പോൾ സവർക്കർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഭീഷണിയായിരുന്നോ അല്ലയോ? വലിയ ഭീഷണിയായിരുന്നു. വലിയ ഭീഷണിയായിരുന്നു. മറ്റ് തടവുകാരെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർ പേടിച്ചത് സവർക്കറിനെ. അല്ല, ഈ സവർക്കറിനെ മാത്രം എന്തുകൊണ്ട് ജയിലിൽ കൊണ്ട് ഇട്ടു എന്നുള്ളതിന് ഉത്തരം കിട്ടണ്ടേ? ആ ഉത്തരം കിട്ടുമ്പോൾ എന്തുകൊണ്ട് നെഹ്റുവിനെ ഇട്ടില്ല എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കും. അത്ര നാൾ അല്ലേ ബാലഗംഗാധര തിലകനെ അതിനുശേഷമുള്ള നേതാക്കന്മാരെ ഇട്ടില്ല എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കും. എന്തുകൊണ്ടിട്ടില്ല? അല്ല, എന്തുകൊണ്ട് സവർക്കർക്ക് മാത്രം ഇത്ര കഠിനമായ ശിക്ഷ വിധിച്ചു? ഇരട്ട ജീവപര്യന്തം. ഇരട്ട ജീവപര്യന്തം നെഹ്റുവിന് കിട്ടിയിട്ടുണ്ടോ? 50 വർഷം. അപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ചർച്ച പശ്ചാത്തലം എന്ന് പറയുന്നത് സമരത്തിൻ്റെ തീവ്രതയാണ്, അതിൻ്റെ അത് കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ സവർക്കറിന് ആ സമരത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് ആർക്ക് തോന്നി? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തോന്നി. അല്ല, ഇതൊക്കെ ഇപ്പോൾ സാറ് പറഞ്ഞു, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. സവർക്കറിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ജമ്പ് ഉണ്ട്, ചരിത്രപരമായിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു ജമ്പ് സവർക്കർ നടത്തിയിട്ടുണ്ട്. അത് SS മുറിയ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഷിപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ 1910 പിടിക്കപ്പെടുന്നു. പിന്നീട് മാർച്ചിൽ, പിന്നീട് ജൂലൈയിലാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത്. 3 മാസം കഴിഞ്ഞു ഫ്രാൻസിന്റെ തീരത്ത് എത്തിയപ്പോൾ ഈ ഷിപ്പിൽ നിന്ന് ഇയാള് വസ്ത്രമൊക്കെ ഊരി ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ എന്നുള്ള പറഞ്ഞിട്ട് ഈ ചെറിയൊരു പോർട്ട് ഹോൾഡ് പോലത്തെ ഒരു സാധനത്തിലൂടെ പുറത്തേക്ക് ചാടി. അപ്പം അത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ജമ്പായിട്ടാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ ഫ്രാൻസിലേക്കാണ് നീന്തി കയറിയത്. അപ്പം അങ്ങനെയുള്ള കുറേയധികം വീരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ സവർക്കർ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, സവർക്കർ ഷൂ നക്കിയാണെന്നാണ് നിരന്തരം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. പൊതുവേ നമ്മുടെ കേരളത്തിലുള്ളൊരു സാംസ്കാരിക ഇടങ്ങളിൽ മുഴുവൻ ഈ ഒരു വർത്തമാനം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട എംഫോസിസ് ചെയ്ത് പറയുന്നത് ഷൂ നക്കി എന്നുള്ളതിന് അതിനേക്കാൾ കൂടുതൽ രാജ്യദ്രോഹി എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. സവർക്കർ രാജ്യദ്രോഹി, ഏറ്റവും വലിയ രാജ്യസ്നേഹിയായിരുന്നു സവർക്കർ. അയാളുടെ ഈ പ്രവർത്തന രീതികളല്ലേ പറയുന്നത്. ഏറ്റവും ഇന്ത്യ കണ്ടിട്ടുള്ള രാജ്യസ്നേഹികളുടെ ഏറ്റവും മുമ്പിൽ ഗാന്ധിയും സവർക്കറൊക്കെ ഉള്ളത്. അവർ തിരഞ്ഞെടുത്ത മാർഗം വ്യത്യാസമുണ്ട്. ഏകവാലിന് EMSന് അത്ര രാജ്യസ്നേഹം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാകില്ല. ഞാൻ പറയുന്നത് ഈ ചരിത്രം ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ചരിത്രം, ആ ജമ്പ് എന്ന് പറയുന്നത് കപ്പലിൽ നിന്ന് ഫ്രാൻസിൽ നിന്നിലേക്ക് നീന്തി കയറി കടലിലേക്ക് എടുത്ത് രക്ഷപ്പെടാൻ, അല്ല മരിക്കോ ഇല്ലയോ എന്ന് അറിയാൻ മേല സ്വന്തം ജീവിതമാണ് സമർപ്പിക്കുന്നത്. സ്വന്തം ജീവിതം ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സമർപ്പിക്കാൻ തയ്യാറായിട്ടാണ് സവർക്കർ ചാടുന്നത്. അങ്ങനെ വളരെ ചുരുക്കം വരെ ഉള്ളൂ. ഭഗത് സിംഗിനെ പറയാം, കർത്താർ സിംഗിനെ പറയാം. അവരെക്കാളൊക്കെ ഉയരത്തിലാണ് സവർക്കർ നിൽക്കുന്നത്. അല്ല സാർ, ഞാൻ പറയുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഷൂ നക്കി മാത്രമാണ് സവർക്കർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതേ ആളുകൾ ഇപ്പം ഷൂ നക്കിയാണ് സവർക്കർ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരിക്കലും അവരുടെ വായിൽ നിന്ന് ഒരിക്കലും ഈ കാര്യങ്ങൾ അവർ പറയില്ല. അതെന്തുകൊണ്ടാണ് അവർ പറയാത്തത്? ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നടന്നിട്ടുണ്ട്. അയാൾ ഷിപ്പിൽ നിന്ന് ചാടിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ഇവിടെ സെല്ലുലാർ ജയിലിൽ അതികഠിനമായ ബ്രൂട്ടൽ രീതിയിലുള്ള പീഡനങ്ങൾ മറ്റ് തടവുകാരെക്കാട്ടിലും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് സവർക്കർ. ഡേഞ്ചറസ് പ്രിസണർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇയാളെ പെടുത്തിയിരുന്നത്. ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ട് ഇയാളെ ഭയപ്പെട്ടിരുന്നു. ഞാൻ പറയുന്നത്, ഈ ഷൂ നക്കി മാത്രമാണ് മാപ്പ് അപേക്ഷ കുറെ തവണ എഴുതി കൊടുത്തിട്ടുണ്ട് സവർക്കർ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത് പറയാത്തത്? എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒറ്റ കാര്യമുള്ളൂ. അത് പറയാതിരിക്കുന്ന ഈ ഷൂ നക്കി എന്നുള്ള പ്രയോഗം കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളാണ്.
അവരാണ് ഇത് ബ്രാൻഡ് ചെയ്തിട്ട്. ഞാൻ ഇടതുപക്ഷ ബുദ്ധിജീവിതം പർട്ടിക്കുലറായിട്ട് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും പഠിച്ചു വന്ന ഒത്തിരി പേരാണ് നെഹ്റുവിൻ്റെ സുഹൃത്തുക്കൾ അവരെല്ലാം. നമ്മുടെ കൃഷ്ണമേനോൻ ഉൾപ്പെടെ. സവർക്കർ തിരഞ്ഞെടുത്ത മാർഗം അഗ്രസീവ് പൊളിറ്റിക്സാണ്. അത്യാവശ്യം വയലൻസ് ആയാലും കുഴപ്പമില്ല, 2 അടി കൊടുത്താലും ബ്രിട്ടീഷുകാർക്ക് 2 അടി കൊടുത്താലും കുഴപ്പമില്ല എന്നൊരു പോളിസിയാണ് ഇവിടെ. ബ്രിട്ടീഷുകാരനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതേ മാർഗം തന്നെ തിരഞ്ഞെടുത്ത പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ് ആർക്ക് കിട്ടുന്നു? സവർക്കർക്ക് കിട്ടുന്നൊരു സ്റ്റേജ് ഉണ്ടായി. ചെറുപ്പക്കാർ കൂടുതലായിട്ട് ആരിലേക്ക് ആകർഷിക്കപ്പെടുന്നു? സവർക്കറിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിൻ്റെ കാരണം ഇവർ തീരുന്ന അല്ലെങ്കിൽ ഇവർ തിരഞ്ഞെടുത്ത മാർഗത്തെ സജീവമായും ആത്മാർത്ഥമായും കമ്മിറ്റഡ് ആയിട്ടോ, അത് കമ്മിറ്റഡ് എന്നുള്ള വാക്ക് പ്രധാനം. മുദ്രാവാക്യം വിളി എന്ന് പറഞ്ഞാൽ അവിടെ കളക്ടറേറ്റ് ചെന്ന് വിളിച്ച് ജലപീരങ്കി വരുമ്പോൾ ഓടിപ്പോന്നാൽ മതി. അത് കമ്മിറ്റഡ് അല്ല. ഇത് കമ്മിറ്റഡ് ആയിട്ട് തൻ്റെ താഴ്ത്തി വെച്ചിരിക്കുക, എൻ്റെ ജീവൻ എടുത്തു, ഞാൻ പക്ഷെ ചെയ്യാനുള്ളത് ചെയ്യാൻ വരും. അങ്ങനെ പറയാൻ പറ്റുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ. എൻ്റെ ജീവൻ എടുത്ത സവർക്കറുടെ ഓരോ പ്രവൃത്തിയിലും ഏത് സമയവും അദ്ദേഹം കൊല്ലപ്പെടാം അല്ലെങ്കിൽ അല്ലാതെ മരിക്കാം എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പാണ്. പക്ഷെ അതിനെ വകവയ്ക്കാതെയാണ് പോയത്. ആ ആവേശത്തെ ഇവിടുത്തെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ബംഗാളിലെ, അവിടെ ഇഷ്ടംപോലെ സംഘടനകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എം.എൻ. റോയി ഉണ്ട്, ഇങ്ങനെയൊക്കെ തുല്യനായിട്ട് എം.എൻ. റോയി ഉണ്ട്, അത് വേറെ കഥ. അപ്പോൾ ഈ സവർക്കർ എം.എൻ. റോയി കമ്മ്യൂണിസ്റ്റുകാർ എന്താ കാര്യം എന്നറിയോ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ലോകത്ത് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി മെക്സിക്കോയിലുണ്ടാക്കി, വേറൊരു രാജ്യത്തുണ്ടാക്കി. ആ മെക്സിക്കോയുടെ പ്രതിനിധിയായിട്ട് ലണ്ടനിലെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എം.എൻ. റോയി അതുപോലെ തന്നെ വളർത്തിയെടുത്തുകൊണ്ടുവന്നാലാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള പ്രവർത്തന മേഖല, സവർക്കറിൻ്റെ പ്രവർത്തന മേഖല ഇന്ത്യയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർ കൂടുതലായിട്ട് പേടിച്ചത് സി പി എം അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ കൂടുതലായിട്ട് പേടിച്ചത് സവർക്കറെയാണ്. എം.എൻ. റോയി ഇവിടെ വന്ന് പിന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇവിടെ വരുന്നത്. അദ്ദേഹം ആരോഗ്യമൊക്കെ തകർന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റാതായ സമയത്താണ് ഇങ്ങോട്ട് വരുന്നത്. ഇദ്ദേഹം സജീവമായി നിൽക്കുന്ന സമയത്താണ് സവർക്കറെ അവർ എതിർക്കുന്നത്. സവർക്കറെ കസ്റ്റഡിയിലിട്ടേ മതിയാവും. സവർക്കർ പുറത്തൊരു 3 മാസം ബംഗാളിൽ നിന്നാൽ, ബംഗാൾ അന്ന് കലാപഭൂമിയാണ്, എല്ലാ കലാപകാരികളുടെയും കേന്ദ്രമാണ് ബംഗാൾ. സവർക്കർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിത്രം വേറെ രീതിയിൽ മാറുമായിരുന്നു. അല്ല, സവർക്കർ ഒരുപക്ഷെ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ, ജയിലിലിടാതെ പുറത്തിറങ്ങിയിരുന്ന ഇന്ത്യയുടെ ചരിത്രം തന്നെ വേറെ രീതിയിലേക്ക് ഒരുപക്ഷെ മാറാം. പാകിസ്ഥാൻ ഉണ്ടാകുമായിരുന്നില്ല. പാകിസ്ഥാൻ തീർച്ചയായും ഏറ്റവും പ്രധാനം. സവർക്കർ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് അദ്ദേഹത്തെ ഇത്രയും കാലം കാരാഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിട്ട്, അതായത് അങ്ങനെ ഒരു വിഭജനം, നമ്മുടെ ഇന്ത്യ വിഭജനം സംഭവിക്കില്ലായിരുന്നു. ഇവിടെ എപ്പോഴും പറയുന്ന ഒരാളാണ്, എനിക്ക് അവരോട് ചോദിക്കാൻ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നത്, സവർക്കർ മാപ്പ് എഴുതി നൽകിയിട്ടുണ്ട്. സവർക്കർ ക്ലിമൻസി പെറ്റീഷൻ നൽകിയിട്ടുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 6 അല്ല 7 തവണ നൽകിയിട്ടുണ്ട്. നൽകിയിട്ടുണ്ടെന്നേ, അതിനെന്താണ് മനസ്സിലാവുന്നില്ല? നൽകിയിട്ടുണ്ട്. എത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യം മൊത്തം എടുക്കുക. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ആ മേൽക്കോയ്മ അംഗീകരിച്ച് നിൽക്കുന്ന രാജ്യമാണ്. അവരുമായിട്ടുള്ള സൗഹൃദം കളയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോമൺവെൽത്തിൽ രാജ്യമാണ് ഇന്ത്യ. സവർക്കറിന്റെ ക്ലിമൻസി പെറ്റീഷനിൽ അയാൾ എഴുതിയ ഒരു സെന്റൻസ് ഒന്ന് വായിക്കാവേ. ഇറ്റ് ഈസ് പിറ്റി ദാറ്റ് ഐ ഹാവ് ടു ആസ്ക് ഫോർ ദിസ്. ഇറ്റ് ഈസ് സച്ച് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. അന്നത്തെ കാലത്ത് അത്രയും മനുഷ്യത്വ വിരുദ്ധമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ്, പീഡനങ്ങളാണ് ഈ ജയിലിൽ പല തടവ് ശിക്ഷക്കാരും. അതെ, എന്റെ അവകാശമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ട യാതൊരു ആവശ്യവും ഞാനില്ല. അതുകൊണ്ട് ഇത് മനുഷ്യത്വ വിരുദ്ധമാണ്. അതുകൊണ്ട് മനുഷ്യനായി പിറന്ന ഞാൻ, എന്റെ അവകാശമാണ് ഇത്തരത്തിൽ എന്നെ ഇവിടുന്ന് വിമോചിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതാണ് ഇറ്റ് ഈസ് സച്ച് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് എവറി ഹ്യൂമൻ ബീങ് എന്നാണ് സവർക്കർ അതിൽ എഴുതിയിരിക്കുന്നത്. എത്ര പേര് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള കുറേയധികം ആളുകൾ ഞങ്ങളെ പുറത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് ക്ലിമൻസി പെറ്റീഷൻ എഴുതിയിട്ടുണ്ട്. ക്ലിമൻസി പെറ്റീഷൻ എഴുതാനായിട്ട് അതിൻ്റെതായ ഫോർമാറ്റ് ഉണ്ട്, രീതികളുണ്ട്. അപേക്ഷിച്ചിട്ട് എഴുതാൻ ഏത് ആൾക്കും പരോൾ കിട്ടാൻ വേണ്ടി. സാധാരണ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ലെറ്ററിന് ഒരു ഫോർമാറ്റ് ഇല്ലേ? നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റിന് ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിൽ ഒരു പ്രത്യേക ടോൺ ആയിരിക്കണം, അതിന് പ്രത്യേക സെറ്റിംഗ് ആയിരിക്കണം. ഈ ഒരു സംഗതിക്ക് അനുസരിച്ചിട്ട് സവർക്കർ ലെറ്റർ എഴുതിയിട്ടുണ്ട്, ക്ലിമൻസി പെറ്റീഷൻ എഴുതിയിട്ടുണ്ട്. അതിന് അതായത് ചോദിക്കാനുള്ള ഈ മാപ്പ് എഴുതി നൽകി ഷൂ നക്കി എന്ന് പറയുന്നവരോട് ചോദിക്കാൻ, എഴുതിയെന്നേ, മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടെന്നേ, അതിനെന്താണ്? അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സവർക്കർ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, സവർക്കറിൻ്റെ സജീവ സാന്നിധ്യം, സജീവമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സാന്നിധ്യം ഈവൻ നെഹ്റുവിനെ പോലും അലോരസപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞത്, അപ്പം സവർക്കർ എങ്ങനെ എത്ര നാൾ അവിടെ കഴിയുമോ അത്രയും നല്ലത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്ഥിതി തന്നെ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇപ്പോഴും എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും കൃത്യമായിട്ട് നമുക്കറിയത്തില്ല.
എവിടെ വെച്ചാൽ മരിച്ചതെന്ന് പോലും അറിയത്തില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല. ഏതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ എസ്റ്റാബ്ലിഷ്ഡായ കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർക്കെതിരായി വരാൻ സാധ്യതയുള്ള എല്ലാവരെയും ഈ രീതി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് ബോസുണ്ട്, എം.എൻ. റോയി ഉണ്ട്, ഇപ്പറേ സവർക്കർ. എന്തുകൊണ്ട് സവർക്കറിന് ഇപ്പോൾ ഇത്രയും തവണ ക്ലിമൻസി പെറ്റീഷൻ മാപ്പപേക്ഷ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഇയാൾ പലതവണ എഴുതിയിട്ടും ബ്രിട്ടീഷുകാർക്ക് വിശ്വാസം വരുന്നില്ല. കാരണം ഇത് ഇവരുടെ ബുദ്ധിയാണ്. വെറുതെ നമ്മളെ പറ്റിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് വീണ്ടും നമുക്കെതിരെ കലാപം ചെയ്യാനുള്ള പരിപാടിയാണ് ഈ സവർക്കർ നടത്തുന്നത്. സവർക്കർ ഇതിൽ പറയുന്നുണ്ട്, നിരവധി ആയ ആളുകളെ വിട്ടയച്ചല്ലോ, എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്, എന്നെയും കൂടി ഒന്ന് വിട്. അയാൾ അതിൽ ശരിക്കും പറഞ്ഞു ഇവിടെ ഒരു ചോദ്യം, കുറെ അധികം തടവുകാരെ ബ്രിട്ടീഷുകാർ വെറുതെ വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് സവർക്കറിനെ മാത്രം വിട്ടില്ല? എന്തുകൊണ്ട് സവർക്കറിനെ മാത്രം വിട്ടില്ല? He was the most potential enemy of British government. That is why. Most potential enemy of British government. അപ്പം വീര സവർക്കർ ആണ്. Yes, in that sense. അവിടെ കാഴ്ചപ്പാട് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ കാഴ്ചപ്പാടോ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ കാഴ്ച. പക്ഷേ പോരാടാനുള്ള മനസ്ഥിതിയിൽ ഹി വാസ് ദ നമ്പർ 1. പോരാടം, ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ കീഴടങ്ങാതെ പോരാടാനുള്ളൊരു മനസ്സ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. അവസാനം ഇയാളെ മാപ്പ് എഴുതി നൽകി അവസാനം പുറത്തേക്ക് വിട്ടു. കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല, ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നും ചെയ്തില്ല. അതാണ് ഫോർമാറ്റ്. ഒരു ലെറ്റർ എഴുതുമ്പോൾ, മാപ്പപേക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ ഫോർമാറ്റ്, ലെറ്റർ എഴുതുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ് സവർക്കർ ഈ ക്ലെമൻസി പെറ്റീഷൻ നൽകിയിട്ടുള്ളത്. ഈ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിസ്സാരം പരോളിന് വേണ്ടി എഴുതി കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒപ്പിട്ട് കൊടുക്കുന്നവരുണ്ടോ? ഞാൻ ആ സ്റ്റേഷനകത്ത് പ്രവേശിക്കുകയില്ല, മറ്റവരുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല, ഫോൺ വിളിച്ചു പോലും ശരി, അങ്ങനത്തെ ഫോർമാറ്റാണ് അവരുടെ ഒരു ജയിലിൻ്റെ ഫോർമാറ്റ്. ജയിലിൽ നിന്ന് പരോളിനോ വെറുതെ വിടണമെങ്കിൽ പുറത്തേക്ക് വിടണം. എനിക്ക് വീണ്ടും അതാണ് തുടക്കം ചോദിച്ച ചോദ്യമാണ് ഒന്നും കൂടി അടിവരയിട്ടിട്ട് ചോദിക്കാനുള്ളത്. ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് സവർക്കറിന് ഇത്തരത്തിലുള്ള വീരകൃത്യങ്ങൾ ഒരുപാട് സവർക്കർ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിക് ജമ്പ് നമ്മളതിൽ ചൂണ്ടിക്കാണിച്ചു. ഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടുക്കടലിലെടുത്ത് ചാടുകയാണ് സവർക്കർ, ബ്രിട്ടീഷുകാർ പിടിച്ചു കൊണ്ടുവരും ഇന്ത്യയിലേക്ക്. അതേപോലെ കൊടിയ യാതനങ്ങൾ, പീഡനങ്ങൾ ജയിലിൽ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും പറയാതെ ഇതൊന്നും കാണാതെ സവർക്കർ ഷൂ നക്കിയാണ് എന്ന് മാത്രം പ്രചരിപ്പിക്കുന്നവരുടെ, എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, വേറെ ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നവരെ, അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നവരുടെ യഥാർത്ഥ അജണ്ട എന്താണ്? യഥാർത്ഥ അജണ്ട നമ്മൾ കാര്യം നമ്മൾ തമാശനെ പറഞ്ഞു കളയുന്ന രാജ്യസ്നേഹം, ദേശീയ സ്നേഹം എന്നൊക്കെ പറയുന്ന സാധനം കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ രാജ്യത്തോട് യാതൊരു കുറവില്ലാതെ വളർന്നു വന്ന പൊളിറ്റിക്കൽ ഫിലോസഫിയും കൂടിയുണ്ട്. അവർക്ക് വിദേശ യജമാനന്മാർ, റഷ്യ അല്ലെങ്കിൽ ചൈന പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് വരുന്നവരാണ് സവർക്കർ, അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കുന്നവർ. സവർക്കർ മാത്രമായിരിക്കണം അവരെ ഉന്മൂലനം ചെയ്ത് തരണം. അതായത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇങ്ങനെ ഡയലോഗ് ഉണ്ട് ഏതൊരു സിനിമയിൽ, ഇവനെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ, കാരണം ഇവന് നമ്മളെക്കാളിയും പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഇവനെ വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ നമ്മളെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് അതിനു മുമ്പ് ഇവനെ അറ്റാക്ക് ചെയ്യണം എന്ന് പറയുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ സവർക്കറിന്റെ ചരിത്രത്തില് ഒരു ഭാഗം മാത്രം വക്രീകരിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് മാത്രം പ്രചരിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെ. ഇപ്പോ ശ്രീമതി ഇന്ദിരാഗാന്ധി മുൻ പ്രധാനമന്ത്രി സവർക്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ലെറ്ററിൽ അവർ എഴുതിയിട്ടുണ്ട്, റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്നാണ് സവർക്കറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടെ വീർ സവർക്കർ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ധൈര്യവതിയായ സ്ത്രീയായിരുന്നു, കോംപ്രമൈസിൻ്റെ ആളല്ലായിരുന്നു, പോരാടാൻ മനസ്സുള്ളൊരു സ്ത്രീയായിരുന്നു. അതിൻ്റെ മെച്ചമുണ്ട്. അവർക്ക് വേറൊരു പോരാളിയെ കാണുമ്പോൾ തിരിച്ചറിയാവുന്നേ. ഇപ്പം എന്തുകൊണ്ട് സവർക്കർ ഇങ്ങനെ എതിർക്കുന്നു വെച്ചാൽ ഒറ്റ എക്സ്പ്ലനേഷൻ പറയാം. ചീന ചെയർമാൻ നമ്മുടെ ചെയർമാനിൻ്റെ മുദ്രാവാക്യം വിളിക്കാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്തവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അവർക്ക് സവർക്കറെ ദഹിക്കുകയില്ല. സവർക്കർക്ക് അനുകൂലമായിട്ടൊരു മുദ്രാവാക്യം വിളിക്കാൻ പറ്റിയില്ല. ഒരു ചീനയിലെ ചെയർമാൻ ആരാണോ അത് നമ്മുടെ ചെയർമാൻ എന്ന് പറയുന്ന പാർട്ടി, അത് അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ്? സവർക്കർ പോരാടിയത് രാജ്യത്തിന് വേണ്ടിയാണ്, ഇവർ പോരാടിയത് റഷ്യക്ക് വേണ്ടിയാണ്. റഷ്യ പറയുന്നതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുള്ളൂ അന്നത്തെ കാലത്ത്. ഇപ്പം ചൈന. അപ്പോൾ ആ കാഴ്ചപ്പാടിലെ ആ വ്യത്യാസം സവർക്കറും ഇടതുപക്ഷമായിട്ടുണ്ട്. സവർക്കറും ചില കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം വേറെ, അത് ഇപ്പോൾ ഇവിടെ പറയേണ്ട, പിന്നീട് ചർച്ച പറയാം. അതായത് സാർ പറഞ്ഞത് അതിന്റെ പിന്നിലുള്ള അജണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സവർക്കർ മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം, ഐഡിയോളജി ചെറുപ്പക്കാരെ ആകർഷിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാരെ ആകർഷിക്കാൻ തുടങ്ങി.
ഇപ്പം ജെൻസി വന്നിട്ട് വളരെ അതുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ്. അല്ല, ഇവിടെ ഇന്ത്യ ഇപ്പം പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് കമ്പയർ ചെയ്യാം. ജെൻസി എന്നുള്ള മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പം ഇന്ത്യയിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിപക്ഷത്തും ഭരണകക്ഷികളുണ്ട്. കോൺഗ്രസിലുണ്ട്, BJP-യിലുണ്ട്, CPM-ലുണ്ട്, CPI-യിലുണ്ട്, എല്ലാ പാർട്ടിയിലുമുണ്ട്. പക്ഷെ അവരെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പുതിയ മൂവ്മെൻറ്റിന് പറ്റി. എന്തുകൊണ്ടാണ്? അപ്പം അതുപോലെ സവർക്കർ ഇവിടെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പോ അതിന് കിട്ടിയ ശേഷമോ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലെ ചെറുപ്പക്കാർ, അതായത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവിടുത്തെ ചെറുപ്പക്കാർ സവർക്കറിൻ്റെ പിന്നാലെ പോകുമോ എന്ന് ഭയപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല സവർക്കർ. പിന്നെ അതേപോലെ സൈന്യത്തിൽ ചേരണം, ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇന്ത്യക്കാർ ചേരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് കുറച്ചും കൂടി ഹിന്ദുത്വ പൊളിറ്റിക്സിലേക്ക് പോയി എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോൾ അന്നത്തെ കാലത്ത് ക്വിറ്റ് ഇന്ത്യ, ഞാൻ എൻ്റെ ഒരു ചോദ്യമാണ് സാറേ, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കൂടെ ഞാൻ അതിൻ്റെ ഒപ്പമല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവരും ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കൂടെ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, അങ്ങനെ ഒരു സമരത്തിൽ ഒരു നിർബന്ധം പിടിക്കാൻ പറ്റിയല്ല. ഒരു കാരണവശാലും ഞാൻ ചെയ്യുന്ന സമരരീതി നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവും. അവിടെ നിങ്ങൾ സ്വയം തീരുമാനിച്ചിട്ടേ കാര്യമുള്ളൂ. ഞാൻ പറയുന്നതിന് പുറകെ പോയി കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയാവും. വിപ്ലവം എല്ലാം നടത്തണമെങ്കിൽ അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് ടെലിഗ്രാം പറഞ്ഞാൽ അല്ലെ മണി ഓർഡർ വരണം. രണ്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കാത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ല, അവരുടെ കാലം മുതലേ സവർക്കർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നേരാ, ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നേരാ CPM ആണ്. ഇപ്പോൾ വന്ദേമാതരം വന്നു, വന്ദേമാതരം പാടിയ എന്തോ ഭയങ്കര സംഭവമാണെന്നാണ് കൂടുതൽ പ്രചരിപ്പിക്കുന്നേരാ CPM ആണ്. അതെന്തിനാണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കാനാണ്. വന്ദേമാതരത്തിനെതിരെ ലീഗാന്ന് വരുത്തുക, ലീഗിൻ്റെ അണികളെ എങ്ങനെയെങ്കിലും ആകർഷിക്കാൻ പറ്റുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടിയാണ്. അത് തന്നെയാണ് സവർക്കറിൻ്റെ കാര്യത്തിൽ ഇവരെടുത്തത്. അന്നത്തെ കാലത്ത് ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനേക്കാളും, ഒരാളുടെ പേര് പറയാൻ പോലും നമുക്ക് പറ്റില്ല, ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനേക്കാളും ആർജവത്തോടെ ബ്രിട്ടനെ എതിർത്ത ഒരു വ്യക്തിയാണ്. അയാളുടെ മറ്റ് പശ്ചാത്തലമൊന്നും നോക്കേണ്ട, ഹിന്ദുവാണോ മുസ്ലിമാണോ ആരാണേലും ബ്രിട്ടീഷുകാരെ എതിർക്കുകയും തുടർച്ചയായിട്ട് എതിർക്കുകയും അതിനുവേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറായി രംഗത്ത് വന്ന ഒരാളായിരുന്നു വീര സവർക്കർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടത്താം. അല്ല, അദ്ദേഹം അത് മാത്രമല്ല, ഇപ്പൊ രത്നഗിരിയിൽ നിന്ന് അദ്ദേഹം കുറെ കാലം വീട്ടു തടങ്കലിലായിരുന്നു. അതെ, പിന്നീട് 1937 കംപ്ലീറ്റ് ആയിട്ട് സ്വതന്ത്രനാവുന്നു. അതിനുശേഷമൊക്കെ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. അദ്ദേഹം പക്ഷെ പൊളിറ്റിക്സ് മാറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നമുക്ക് അതിലും കുറെ കാര്യങ്ങൾ. ഗാന്ധി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോയില്ല, പിന്നെ ഈ മാറ്റത്തിന് എന്ത് കാര്യം? അതെ, അതായത് ആളുകൾക്ക് ഓരോ ഘട്ടം അനുസരിച്ചിട്ട് പുതിയ വിവരങ്ങളും പുതിയ ഡാറ്റകളും ഇൻഫോർമേഷനും അനുസരിച്ചിട്ട് നിലപാടുകൾ മാറുക തന്നെയാണ് വേണ്ടത്. അതിൻ്റെ അർത്ഥം അയാൾ വളരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ എനിക്ക് LKG-യിൽ ഉണ്ടായിരുന്ന അതേ നിലപാടാണ് എനിക്ക് 28, 29, 30 വയസ്സിലും ഞാൻ സ്വീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊരു മണ്ടനാണ്. LKG-യിൽ ഞാൻ സ്വീകരിച്ച അതേ നിലപാടാണ് എനിക്ക് 30-ാമത്തെ വയസ്സിലും അല്ലെങ്കിൽ 29-ാമത്തെ വയസ്സിൽ അപ്പൊ സവർക്കർ യഥാർത്ഥത്തിൽ മണ്ടനായിരുന്നില്ല. അദ്ദേഹം മണ്ടനായിരുന്നില്ല എന്നുള്ളതാണ് ശരിയായ വാസ്തവം. അദ്ദേഹം കൃത്യമായിട്ടുള്ള ബുദ്ധിമാനായിരുന്നു. കൃത്യമായിട്ടുള്ള പ്രവർത്തന ഫലം സവർക്കറിന്റെ. ഇപ്പൊ സാറേ, ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സവർക്കർ എന്താ ചെയ്തത്? അദ്ദേഹം അൺടച്ചബിലിറ്റിക്കെതിരെ, ജാതീയതക്കെതിരെ പോരാടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നും എല്ലാവർക്കും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഇരിക്കണമെന്നും എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ബീഫ് കഴിച്ച ഒരാളാണ്, അല്ലെങ്കിൽ പശുവിനെ കഴിച്ച ഒരാളാണ് സവർക്കർ. പശു ആരാധിക്കപ്പെടേണ്ട ഒരു മൃഗമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് സവർക്കർ. അല്ല, സവർക്കറിന്റെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് ആർക്കായിരുന്നു ഭീഷണി? അതെ, അതാണ് സവർക്കറിന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സും. സവർക്കർ ഇത്തരത്തിലുള്ള വീരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് ശരിക്കും ആർക്കാണ്, ഈ പോസിറ്റീവൊക്കെ ആർക്കാണ് യഥാർത്ഥത്തിൽ ഭീഷണി? ഇടതുപക്ഷത്തിൻ്റെ വളർച്ച മുരടിക്കാനുള്ള കാരണങ്ങൾ, പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെ അതുപോലത്തെ മൂവ്മെൻറ്റിനെ ഇടതുപക്ഷം എതിർക്കാൻ പോയതുകൊണ്ടാണ്. അവർക്ക് ഡിക്റ്റേറ്റർഷിപ്പ് അല്ല അടിമത്തം ഒഴിച്ച് മാത്രം വേറൊന്നിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്, അതാണ് സവർക്കറെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്. ചീന ചെയർമാൻ, നമ്മുടെ കേരളത്തിലൊക്കെ ചുമരയിൽ എഴുതി വെച്ച മുദ്രാവാക്യമാണ് ചീന. അങ്ങനെ ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ പോലും പറയില്ല, വിയറ്റ്നാമിലോ കൊറിയയിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോലും പറയില്ല. പക്ഷേ മറിച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് സവർക്കറെ ദഹിക്കുകയില്ല. സവർക്കർ റഷ്യ ഇങ്ങോട്ട് സവർക്കറെ വിട്ടിരുന്നു എന്നിരിക്കട്ടെ, ഇവിടെ പാർട്ടി ഉണ്ടാക്കാനായിട്ട് സവർക്കറെ വിട്ടിരുന്നെങ്കിൽ ഇതേ കാര്യങ്ങൾ സവർക്കർ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും മുൻപിലായിരുന്നു, ജയ് വിളിക്കുമായിരുന്നു. റഷ്യയുടെ കയ്യിലാണ് നേതൃത്വത്തിലാണ് ലെനിനാണ് പറഞ്ഞു വിടുന്നത്, അല്ലെ സ്റ്റാലിനാണ് പറഞ്ഞു വിടുന്നത് സവർക്കറോട് ഇന്ത്യയിലേക്ക് ചേരുന്ന ഇവിടെ സ്വാതന്ത്ര്യ സമരം നടത്താൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാം സവർക്കറിൻ്റെ ഷൂനക്കുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാറുമായിരുന്നു.
അപ്പം 1957 AKG പാർലമെന്റിൽ സവർക്കറിനൊരു അദ്ദേഹത്തിന്റെ ഈ പല സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ച കാര്യങ്ങൾ AKG ഇന്നത്തെ ടൈപ്പ് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ദൈവം ഇത് കൂട്ടരുത് കേട്ടോ. അത് ശരിയാണ്. അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ് AKG. നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് ആയില്യത്ത് കുട്ടേരി ഗോപാലൻ എന്ന് പറയുന്ന AKG. സവർക്കറിന് അനുകൂലിച്ച് പാർലമെന്റിൽ വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് AKG. പ്രത്യേക പരിഗണന സവർക്കറിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ 78 പേര് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തപ്പോൾ 48 പേര് അനുകൂലിച്ച് വോട്ട് ചെയ്തു. അങ്ങനെ 48-ൽ ഒരു വോട്ടെന്ന് പറയുന്നത് മഹാനായ AKGയുടെ വോട്ടാണ്. കുറേയധികം കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് സവർക്കറിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ കുത്തക ഇല്ലാതാക്കാൻ സാധ്യതയുള്ളൊരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഈ സവർക്കർ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഷൂ നക്കിയാണ് അല്ലെങ്കിൽ മാപ്പെഴുതി കൊടുത്തേ എന്ന് പറയുന്ന ഒരു സംഗതി മാത്രം പ്രചരിപ്പിക്കുകയും മറ്റേ കാര്യങ്ങൾ മുഴുവൻ തിരസ്കരിക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇതാണ്. കാരണം വലിയ ഭീഷണിയാണ് ഈ സവർക്കർ. ബ്രിട്ടീഷുകാർ പോലും പേടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന ഒരാളാണ് ഈ സവർക്കർ. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും കാലം മാപ്പെഴുതി കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. കുറേ തവണ അയാൾ മാപ്പെഴുതി കൊടുത്തിട്ട് ഇവർക്ക് വിശ്വാസമില്ല. കാരണം ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കെതിരെ അറ്റാക്ക് ചെയ്യുമെന്ന് ഇവർക്ക് ഭയം ഉണ്ടായിരുന്നു. അല്ല, അത് ആ ഒരു ഒറ്റ കാഴ്ചപ്പാടാണ് സവർക്കർ ചെലുത്താൻ പോകുന്ന. ഈ സവർക്കറെയാണ് യഥാർത്ഥത്തിൽ വക്രീകരിച്ചുകൊണ്ട് ഇവിടെ പല ആളുകളും ചിത്രീകരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് സാറേ. അല്ല, അതിനെ കഷ്ടമെന്നൊന്നും പറയണ്ട, അത് രാഷ്ട്രീയത്തിലുള്ളതാണ്. പക്ഷെ അതിനെ എതിർക്കാൻ പറ്റുന്നവർ അതിനെ എതിർക്കാന്നുള്ളൂ. ഇപ്പോൾ സവർക്കറിന് അക്സെപ്റ്റൻസ് കൂടി വരുന്നില്ലേ? ഇപ്പം വന്ദേ മാതരം 2 ലൈനാണെങ്കിലും പാടുന്നതിനെല്ലാം സമ്മതിച്ചോ? 2 ലൈനെങ്കിലും പാടുന്നതിന് ഇപ്പോൾ ആർക്കും കുഴപ്പമില്ലുണ്ടോ? മുഴുവൻ പാടാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇത്തരം ശരിയായ കാര്യത്തെ നമ്മൾ എതിർക്കുമ്പം അധികം നാൾ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റും. ശരിയാണെങ്കിൽ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. സത്യത്തെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. വന്ദേമാരത്തിൻ്റെ അടുത്ത് ഞാൻ ഇപ്പം അവസാനം ഒരു കാര്യം ചോദിക്കുക സാർ അടുത്ത്. സവർക്കർ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സവർക്കർ ഇത്രയും നാൾ ജയിലിൽ അകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാവും? നമ്മൾ പറഞ്ഞ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള കുറേ ലീഡേഴ്സ് ഉണ്ടായിരുന്നു തന്നെ. സവർക്കർക്ക് കൂട്ടുകെട്ടിയാണ്. ഗാന്ധി തന്നെ ഉണ്ടായിരുന്നു. ഗാന്ധി സവർക്കറും കൂടെ ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ ഇന്ത്യ പിന്നെ വേറെ ആരെ എതിർക്കാനുണ്ടായിരുന്നു? എന്തുകൊണ്ട് സാർ അങ്ങനെ പറയുന്നത്? ഗാന്ധി വിഭജനത്തിൽ എൻ്റെ ചോദിച്ചത് സാറ് പറഞ്ഞെന്താ, ശവശരീ എൻ്റെ സവർക്കർ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാൾ കുറച്ചും കൂടി നേരത്തെ വെളിയിൽ വരികയാണെങ്കിൽ, സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ഒരു സംഗതി ഇന്ത്യയിൽ ഉണ്ടാവുമായിരുന്നെങ്കിൽ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് സാർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അതിൻ്റെ കാരണം ഇന്ത്യ വിഭജനം എന്ന് പറഞ്ഞാൽ ലോജിക്കലായിട്ട് ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം, ബ്ലണ്ടർ. അതിന് ഗാന്ധി സ്ട്രോങ് ഏറ്റവും വലിയ എതിരാളിയായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധിയുടെ ചർച്ച പോലും ചെയ്യാതെ, അല്ലെങ്കിൽ ഗാന്ധിയുടെ ആശയങ്ങളെ തിരസ്കരിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാർ ഇപ്പോൾ സ്വാതന്ത്ര്യമാണ്, ഇപ്പം ഞങ്ങൾക്ക് പ്രധാനമന്ത്രി കസേര വേണമെന്ന് പറഞ്ഞ് പോയത്. അത് വേറൊരു എപ്പിസോഡായിട്ട് പറയേണ്ട വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും അത് അടുത്ത എപ്പിസോഡിൽ പറയാം.